അപ്പോൾ ഇന്ന് പുതിയൊരു പ്ലാന്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് ഉള്ളവരാണെങ്കിൽ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ അവസാന ഭാഗം പറയുന്നുണ്ട്. പ്രിൻസസ് വൈൻ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്, കർട്ടൻ പോലെ തോന്നിക്കും. നമുക്കിതിപ്പോൾ പ്ലാന്റ് ആയി നന്നായിട്ട് വരുന്നേ ഉള്ളൂ വേരുകൾ കേട്ടോ. ഇതിൻ്റെ വേരാണ്, ആലിനൊക്കെ വേര് വരുന്ന പോലെ തന്നെ ഈ ഒരു പ്ലാന്റിനും വേര് ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനും. അപ്പോൾ ഇത് നമുക്ക് കർട്ടൻ പോലെ രണ്ട് സൈഡ് ഭാഗത്തേക്ക് മാറ്റി നമുക്ക് കെട്ടി വയ്ക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ തലയുടെ മുകളിലേക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിടാം വേര്. അപ്പോഴും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ പച്ച ഇലയാണ്, നല്ല തിക്കും ആയിട്ട് ഇതിൻ്റെ ഇലകൾ വരും. അതോടൊപ്പം തന്നെ ഇതിന് ഇഷ്ടം പോലെ വേരുകൾ വരും. ഇത് നമുക്ക് സൈഡ് ഭാഗത്തേക്ക്, കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ കണ്ടോ, നമുക്ക് സൈഡ് ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി നമുക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് വെച്ച് നമുക്ക് വളർത്താവുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറാണ് ഈ കാണുന്നത്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് വാട്സപ്പിൽ ഓർഡർ വോയിസ് മെസ്സേജിലൂടെ ചെയ്യാം കേട്ടോ. ഫോൺ വിളിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ്. കാർ പോർച്ചിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ മൾട്ടി ലെയറായിട്ട് വേണം നമ്മൾ പടർത്തിക്കറ്റാൻ. അപ്പോൾ ഇതുണ്ടോ, ഇതിൻ്റെ ചൂട് ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതലായിട്ട് വരുന്ന ബ്രാഞ്ചുകൾ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കൂടെ തന്നെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു കമ്പിയോ തൂണൊക്കെ കുഴിച്ചിട്ട് അതിൽ നമുക്ക് കയറ്റാവുന്നതാണ്, പടർത്തി കയറ്റാം. അല്ലാതെ നമുക്ക് ഇതിൻ്റെ കട്ടിങ്സ് മുറിച്ച് നട്ടിട്ടും ഈ ഒരു പ്ലാന്റ് നമുക്ക് വലുതാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുണ്ടോ, അത് നമ്മൾ ഇതേപോലെ ഒരു തൂണ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് കട്ടിങ്സ് നട്ടതാണ്. പെട്ടെന്ന് തന്നെ വളരുന്നൊരു ചെടിയാണ്. അതേപോലെ തന്നെ ഇത് കുറച്ച് അപൂർവമായിട്ട് കാണുന്ന പ്ലാന്റാണ്. നമുക്ക് നല്ല ഭംഗിയിൽ നമുക്ക് കുറേ കൂടുതലായിട്ട് ഇതേപോലെ വേര് തൂങ്ങി വരും. മൾട്ടി ലെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പ്ലാന്റ് ഉള്ളവർ ഒരു വള്ളി മാത്രം പടർത്തി വിടാതെ പടർന്നു വരുന്നത് നമ്മൾ തിരിച്ചപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ കെട്ടി വെച്ച് കൊടുക്കുക. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് തന്നെ കെട്ടി കൊടുക്കുക. കണ്ടോ, മൾട്ടി ലെയറായിട്ടാണ് നമ്മൾ ഒരുപാട് ചെടിയാക്കി എടുത്തത് കൊണ്ടാണ് ഇന്ന് കുറേ വേരുകൾ വന്നിട്ടുള്ളത്. ഈ പ്ലാന്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ പ്ലാന്റ് കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്ലാന്റ് ഉള്ളവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് നടാം. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളക്കൂടി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നടാനായിട്ട്. വളമായിട്ട് നമ്മൾ ചാണകപ്പൊടി മാത്രം കൊടുത്താൽ മതിയാവും. വേറെ അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഈ ചെടിയിൽ നിന്ന് വരുന്ന വേരാണ് കേട്ടോ. ഈ വേരാണ് ഇതിങ്ങനെ തൂങ്ങി അടിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് കട്ടിങ്സൊക്കെ നട്ട് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്നായി കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇതിൽ നടാനായിട്ട്. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളക്കൂടിയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. മണ്ണ് പോട്ട് മിക്സ് ഒരിക്കലും ഡ്രൈ ആവാതെ ഇരിക്കുന്നതായിരിക്കും ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.